ഇന്ദുവിന് അത്യാവശ്യം ഭാഷകളൊക്കെ വഴങ്ങുന്ന ഒരു തലച്ചോറുണ്ട്. തമിഴ് സംസാരിക്കും, ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം അറിയാം. പിന്നെ ഗോത്രഭാഷകളൊക്കെ അത്യാവശ്യം വശത്താക്കി വെച്ചിട്ടുണ്ട്. ഗോത്രഭാഷ എനിക്ക് അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കുമായിരുന്നു 10 കൊല്ലം മുമ്പ് അവരുടെ കൂടെ PhD ചെയ്യാൻ വേണ്ടി 2-3 വർഷം തന്നെ അവിടെ തന്നെ ആയതുകൊണ്ടൊക്കെ. പക്ഷെ അവർ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. വെട്ടക്കുറുമ്പ ഭാഷ, ജേനക്കുറുമ്പ ഭാഷ, മലകുറുമ്പ ഭാഷ, പിന്നെ ഈ മലയാളം ഡയലക്റ്റ് ആയിട്ടുള്ള എല്ലാ ഭാഷയും മലയാളം അറിയുന്നവർക്ക് മനസ്സിലാവും. അതായത് കുറിച്യ, തച്ചനാടൻ മൂപ്പൻ, പണിയ, ഈ ഭാഷയൊക്കെ മലയാളത്തിൻ്റെ കൂടുതൽ മലയാളവുമായി ബന്ധമുള്ള ഭാഷകളാണ്. ആ മലയാളം പറയുന്ന ആളുകൾക്ക് ചമിത്തിരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? സമുദ്രം. സമുദ്രം. ചിത്തിര ഭിത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം വരച്ച ഭിത്തി. ഒറ്റച്ചരം എന്ന് പറഞ്ഞാൽ ഒറ്റമ്പ്. പിന്നെ അതുപോലെ മഡ്ഡോപം എന്ന് പറഞ്ഞാൽ മണ്ഡപം. അപ്പോൾ അത് മലയാളം ശരിക്കും മനസ്സിലാവുന്ന ആളുകൾക്ക് നന്നായിട്ട് അത്തരം ഭാഷകൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പം വെട്ടക്കുറുമ്പ ഭാഷ ഒരു സ്വതന്ത്ര ഭാഷയാണ്. അത് ഞാനെപ്പോഴും പറയും, ബസൽപ്പെടുവാൾ. എൻ്റെ മകനാണ് എനിക്ക് ആ വാക്ക് പറഞ്ഞത്, ബസൽപ്പെടുവാളോ. ഒരു ദിവസം എൻ്റെ കുമ്പേ വന്നതോ കുത്തിയിട്ട് അമ്മ ബസൽപ്പെടുവാളോ എന്ന് പറഞ്ഞു എന്നോട്. കാരണം അവൻ്റെ ബേബി സിറ്റർ വെട്ടക്കുറുമ്പശ്രീ ആയിരുന്നു. ചെറുപ്പത്തിൽ കുറേ വെട്ടക്കുറുമ്പ വാക്കുകൾ അവൻ പറയായിരുന്നു. ബസൽപ്പെടുവാള് പറഞ്ഞാൽ ഗർഭിണി എന്നാണ് അർത്ഥം. മീൻ പുത്തനടു എന്ന് പറഞ്ഞാൽ എന്താണ്? മിന്നൽ. മിന്നൽ, മീൻ പുത്തൻ, നക്ഷത്രം, അങ്ങനെ കുറേ പദങ്ങൾ. പിന്നെ നമ്മുടെ സാംസ്കാരിക ലോകത്ത് ഇല്ലാത്ത അനവധി പദങ്ങൾ. ഇപ്പോൾ ഹോർത്തൂസിലെ പരിപാടിക്ക് ഞാൻ ചെയ്ത സെഷൻ്റെ പേര് ഇമ്മിള് ഹേളുത് എന്നായിരുന്നു. ഇമ്മിള് ഹേളുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോങ് ആണ്. എന്താണ് ആ സോങ്ങിൻ്റെ പ്രത്യേകത? ജേനക്കുറുബ സ്ത്രീകൾ മാത്രമേ ആ സോങ് പാടുകയുള്ളൂ. അത് എപ്പോഴാണ് പാടുക? അവരുടെ ആൻസെസ്ട്രൽ സ്പിരിറ്റ് നളള് ലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ വരുമ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ബുറുഡ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഇങ്ങനെ കുലുക്കുന്നത്. അതിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഇവിടെ ആ കുലുക്കുന്നവൻ്റെ ദേഹത്ത് വന്നങ്ങ് കയറുമെങ്കിലും നമ്മളിപ്പോൾ യാത്ര, ഇപ്പോൾ നമ്മൾ ജനറലിലും കയറി വരും, AC-യിലും കയറി വരും, വിമാനത്തിലും കയറി വരുന്നവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കംഫർട്ട്, സൂത്തിങ് കിട്ടണമെങ്കിൽ ആ യാത്ര വളരെ സ്മൂത്തായിട്ടാവണമെങ്കിൽ ഈ പാട്ട് പാടണം. ഇമ്മിള് ഹേളുത്. ഈ പാട്ട് കേട്ടുകൊണ്ടാണ് ആൻസെസ്ട്രൽ സ്പിരിറ്റ് നമ്മുടെ ദേഹത്ത് കയറാം. അപ്പോൾ ഹി ഓർ ഷീ വിൽ ബി ഓക്കെ. അൺലെസ് അതർവൈസ് ഇമ്മിള് ഹേളുത് പ്രോപ്പർ അല്ലെങ്കിൽ അവന് ദേഷ്യം വരും. പാട്ട് പാടി മയക്കിക്കൊണ്ടുവരാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലല്ലോ. ഇപ്പം ഇരുള, മുടുക, പിന്നെ ഊരാളി കുറേ മലയാളമാണ്. പിന്നെ പളിയ, ഇവർക്കൊക്കെ തമിഴാണ്. തമിഴ് എനിക്ക് പണ്ടേ മനസ്സിലാവും, അത് എൻ്റെ ഉള്ളിലുള്ള ഭാഷയാണ്. ഇപ്പം ഞാൻ ഇപ്പം മിനിയാന്ന് മധ്യപ്രദേശ് പോയത് ഇംഗ്ലീഷിലാണ് പ്രസൻറ്റേഷനൊക്കെ പോയത്. അടുത്തിപ്പേക്ക് മനസ്സിലായി എല്ലാ ആൾക്കാരും ഹിന്ദിയാണ്. അവർ ഇംഗ്ലീഷ് പറയുന്ന സെഷനെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതെനിക്ക് ഒരു ഇതുപോലെ ഞാൻ അവിടെ കുത്തിയിരുന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് സഹായിച്ച് ഹിന്ദിയിൽ ഇതാക്കി. ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. കുറച്ച് കഷ്ടമാണ് നാട്ടുകാർക്ക് കേൾക്കുന്നവർക്ക്, എന്നാൽ ഹിന്ദി പറയാൻ പറ്റും. അങ്ങനെ ഭാഷ എനിക്കൊരു ഹരമാണ്. എന്താ നിങ്ങൾക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ആകെ ഭാഷാവരം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്കില്ല. നിങ്ങൾ പണക്കാരിയാണോ? അല്ല. നിങ്ങൾ ഈ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ആളാണോ? അല്ല. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഇതുണ്ടോ, പദവികളുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്താണ് ഉണ്ട് എന്ന് നിങ്ങൾ പ്രൈഡോട് കൂടി പറയുന്നത്? എനിക്ക് ഭാഷാവരമുണ്ട്. ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, ഇപ്പോൾ കാസർഗോഡ്, തിരുവനന്തപുരം, ഇങ്ങനെ വേർതിരിച്ച് ആൾക്കാരുടെ കേട്ട് നിങ്ങളുടെ നാട്, അതായത് നെടുമങ്ങാട് നിന്നും മൈഗ്രേറ്റ് ചെയ്ത് കൊല്ലത്ത് പോയ ആൾക്കാരാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ വഴിയുള്ള പൂർവികർ. കൊല്ലമാണ് എൻ്റെ അച്ഛൻ്റെ ഇത്, കൊല്ലവും തിരുവനന്തപുരം. അപ്പം അത് ഞങ്ങളുടെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുവാടെ വിക്രമപിള്ള എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ഭാഷ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫുഡും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അമ്മ കോഴിക്കോട്ടുകാരിയാണ്, ടിപ്പിക്കൽ കോഴിക്കോട്, ഇവിടെ മീൻചന്ത, ഇവിടെ ഈ സൈഡിൽ. ഞാനോ ഐ എം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മലപ്പുറം. അതുകൊണ്ട് വന്നിട്ട് പോയി ഇന്ത്യത്ത് കിബറാണ് വനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഭാഷൻ്റെ ഓൺ ലാംഗ്വേജ്. ഇപ്പം സോപ്പ്, സൗന്, പൂവ്, പുക്, കുഴി, കുജ്, പുഴു, പുജ്, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വി ഹാവ് അവർ ഓൺ ലാംഗ്വേജ്. ആൻഡ് ദാറ്റ്സ് ടു സെക്സി. എന്ത് രസമാണ് മലപ്പുറം ഭാഷയൊക്കെ അറിയാം. അതായത് എനിക്ക് ആരെങ്കിലും മലപ്പുറം ഭാഷയിൽ നമ്മളാള് പറഞ്ഞിട്ട് ഞാൻ പോവും. ഞാൻ കരയുമ്പോൾ, ഞാൻ ദേഷ്യപ്പെടുമ്പോൾ, ഞാൻ വഴക്കുപിടിക്കുമ്പോൾ മിഞ്ഞി എന്തോ ഒരു ഭാഷകൾ പറയുന്നത് അതെൻ്റെ ഭാഷയുണ്ട്. ദാറ്റ്സ് മൈ ലാംഗ്വേജ് ഓഫ് എക്സ്പ്രഷൻ. എൻ്റെ ഭാഷ ഏതെന്ന് വെച്ചാൽ ഇപ്പോൾ MT പറയും നിളാ നദിക്കരയിലെ വള്ളുവനാടൻ ഭാഷ, മാധവിക്കുട്ടി. അത് ഞാൻ ഇപ്പോഴും കളിയാക്കാറുണ്ട് കേട്ടോ. മാധവിക്കുട്ടിക്ക് വള്ളുവനാടൻ ഭാഷ. ഇവിടെ താമസിക്കണേ പിന്നെ എന്താ പുന്നയൂർക്കുളം
കുന്നംകുളത്ത് നിന്നും 16-17 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ് പുന്നയൂർക്കുളം. അവിടെ എങ്ങനെയാ വള്ളുവനാടൻ ഭാഷ ഉണ്ടാകാ? ഐ ഡോണ്ട് തിങ്ക്. ഇവിടെയുള്ള ചില നായർ വീടുകളിലൊക്കെ വള്ളുവനാടൻ ഭാഷ പറഞ്ഞേക്കുമ്പോൾ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് വള്ളുവനാടൻ ഭാഷ വന്ന് അത് ഇവിടുന്ന് വന്ന് നമ്മളെ ഭാഷ ഇതല്ലേ? ഓന് ഓള് ഒരു ചമ്മന്തി എന്നൊക്കെയല്ലേ നമ്മളെ ഭാഷ. ഓരോരുത്തർക്ക് മുകുന്ദന് മയ്യഴിയുടെ ഭാഷ ഉള്ളതുപോലെ ഓരോരുത്തർക്ക് ഓരോ ഭാഷകൾ പറയും. എൻ്റെ ഭാഷ മലപ്പുറം ഭാഷയാണ്. കിഴക്കൻ ഏറനാട് മലപ്പുറത്തിൻ്റെ ഭാഷയാണ് നമ്മളെ ഭാഷ. കോയ അയ്യമ്മലും നമുക്കൊരു എന്താ പറയുക, മുറിച്ച് നമ്മൾ വിടൂല. അതാണ് നമ്മൾ എന്തൊക്കെ ഉണ്ട് അറിയാം. ഞാനത് ഒരാൾ പറയണ്ടായിരുന്നു, വൈബ്രേഷനിൽ ഇടുന്നതിന് എന്താ നിങ്ങൾ പറയാ? മൊബൈല് നമ്മൾ പറയും തെരുപ്പിലിട്ടിന്, ഫോണ് തെരുപ്പിലിട്ട് പോയി, അതുകൊണ്ട് കേട്ടില്ല പറയും. പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡിന് മുൻകായി പിൻകായി. ദേ ഹാവ് ഭയങ്കര രസമുള്ള ഒരു വലിയ ഒരു ലോകം ഉണ്ട്. കണ്ണൂരിന്റെ നിഷ്കളങ്കമായ കണ്ണൂർ ഞാൻ എന്നിട്ട് PhD 10 വർഷം ചെയ്ത എവിടെയാണ്? കണ്ണൂര്. അതുകൊണ്ട് എനിക്ക് കണ്ണൂരും എൻ്റെ സ്വന്തമായി. പിന്നെ കല്യാണം കഴിച്ചത് ഒരു തൃശ്ശൂർക്കാരനെ. അതാ കിടക്കുന്നത് തൃശ്ശൂർ ഭാഷ. എൻ്റെ അമ്മായിയമ്മ ആണെങ്കിൽ ആലപ്പുഴ അർത്തുങ്കൽ. അതാ കിടക്കുന്നത് അടുത്ത ഭാഷയായിട്ടുള്ള ഇടപാട്. പിന്നെ കേരളം മുഴുവൻ എല്ലാ കാടുകളും എല്ലാ മേടുകളും നമ്മുടെ ഭാഷയാണ്. അതുപോലെ അച്ഛൻ്റെ സംഗീതം കിടക്കുന്നുണ്ട്. പാട്ടാണ് ആദ്യം പഠിക്കുക. ഏത് ഗോത്രഭാഷയിലുള്ള പാട്ടുകൾ ഇങ്ങ് പഠിക്കും. അപ്പോൾ ആ ഭാഷകളൊക്കെ നമുക്ക് ഇങ്ങനെ വരും. തെലുഗു എനിക്ക് എങ്ങനെയാണ്? തെലുഗു ഞാൻ എങ്ങനെ പഠിച്ചത്? ഓരോ കീർത്തനങ്ങൾ കേൾക്കുന്നു, ഓരോ ഇത് കേൾക്കുന്നു. രാമനന്നു ബ്രോ വരാ. അപ്പം ഓരോന്ന് നമുക്ക് അർത്ഥറിയില്ലോ. അതാണ് അങ്ങനെയാണ് ശരിക്കും സംഗീതം. അഭിസാഹിത്യം സരസ്വത്യ സ്ഥാനദ്വയം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെല്ലാം വരും. അതെല്ലാം നമുക്ക് കിട്ടും. ഒരു പാട്ട് പാടാം. എന്ത് പാട്ടാ വേണ്ടേ? എന്ത് പാട്ടും പാടാം. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഞങ്ങൾ കേൾക്കാത്ത പുതിയ പാട്ട് കേൾക്കാനാണ് ഞാൻ ഇപ്പോൾ ട്രൈബൽ പാട്ട് എടുത്തരാം. ഒരു ജേനുകുറുബ ഭാഷയിലുള്ള ഒരു പാട്ടാണ്. ಹೆಣ್ಣುಗೆ ಎಂಡುಗೆ ಹೆರಿಸಿನ ಕುಂಕುಮ ಜನಗೋಗೆ ಹೆಕ್ಸಳಿಗೆ സോപാന. ഇതിവരുടെ പെൺകുട്ടികൾ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ പാടുന്ന സോപാന പാട്ടാണ്. സോപാന പാട്ടാണ്. ഭയങ്കര രസമുള്ള മ്യൂസിക്കലായിട്ടുള്ളൊരു ഗോത്രമാണ് ജേനുകുറുബ. അവരുടെ കുറേ പാട്ടുകൾ ഏർപ്പിക്കണേ. കൊളൽക്കാര ഗണ്ടു മകനെ കൊളൽ കേളോന കൊളൽ കേളട്ടോ ബെല്ലിയെടുത്തോരാ ജോಡು ಮರ ತಟ್ಟ ಜೋಡು ಮಗನೇ ಜೋಡು ಮರ ತಟ್ಟട്ടോ ജോഡു മര തട്ടട്ടോ ബെല്ലിയെടുത്തോരാ. അതിങ്ങനെ അവസാനം വരെ ഉണ്ടാവും. കുറേ പാട്ടുണ്ട്. രാമാലങ്കിളി രാമാലേ രാമാലങ്കിളി രാമാലേ അടയ്ക്ക സൊടയ്ക്ക ഒയ്തവളേ അടയ്ക്ക ഊയ്തവളേ. അതായത് അടയ്ക്കത്തോട്ടത്തിൽ പോയിട്ട് അടയ്ക്കപ്പൂ പറിച്ചവളെ. പിന്നെ ഓരോ തോട്ടത്തിലും പോയി ഇവളിങ്ങനെ പറിച്ചു എന്ന് പറയും. ഇത് ജേനുകുറുബരുടെയാണ്. തേക്ക് മേലെ പള്ളി കൊള്ളും രാമരേ അടി രാമ രാമ അയ്യോ എങ്കിളെ കാക്ക വേണയ്യാ വീട്ടിനീലെ പള്ളി കൊള്ളും രാമരേ. അത് ഊരാളി ഭാഷയാണ്, ഊരാളിയിലെ. പിന്നെ ഇപ്പോൾ ലല്ലബീസ് ഭയങ്കര രസമാണ്. ഭയങ്കര രസമുള്ള താരാട്ടുപാട്ടുകളാണ് ട്രൈബിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ബെട്ടക്കുറുബ ഭാഷയിലത് ജോ 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 അപ്പോമ്പാവേ കീര പൊരികെ ബഡ്കര ബന്തൊടുകെ ജോ ജോ. വലിയ ബടകൻ എന്ന് പറഞ്ഞാൽ നീലഗിരിയിൽ വലിയ തലക്കെട്ടൊക്കെ ആയിട്ടുള്ള ട്രൈബല്ല, ഒരു വടുക കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ്. അയാൾ വരും. അതുകൊണ്ട് വേഗം ഉറങ്ങിക്കോ എന്ന് പറയുന്നതാണ്. പേടിപ്പിക്കലാണ്. അല്ല, അവരുടെ ഒരു താരാട്ടുപാട്ടിലുണ്ട്. പിന്നെ ചില താരാട്ടുപാട്ടുകൾ സിസ്റ്റേഴ്സാണ് പാടുന്നത്. കാരണം അമ്മ അടിമ ഇപ്പൊ റാവുള കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പണിയ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അമ്മയും അച്ഛനും അടിമയാണ്. അവരടിമാക്കി പോയിട്ട് അവിടെ ജോലി ചെയ്യുമ്പം
കുട്ടി ഇതാ കരയുന്നു എന്ന് ചേച്ചിയാണ് താരാട്ട് പാടുന്നത്. മോനെ അച്ഛൻ വരും, അമ്മ വരും. ആ താരാട്ടിൽ തന്നെ പറയുന്നുണ്ട്, അമ്മ കുട്ടിയുടെ നാവ് ഇതാ താണു പോകുന്നു, അമ്മിഞ്ഞ കുടിക്കാൻ. നിന്റെ കുട്ടിക്ക് പാൽ കൊടുത്തിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയുന്നു. ഇതിപ്പോൾ ഈ ട്രൈബൽ മേഖലയിലായതുകൊണ്ടാണ് കുറേ ട്രൈബൽ പാട്ട്. പണ്ടുള്ള സിനിമ പാട്ടൊക്കെ എല്ലാം പാടും. ഇതും പാടും, എന്താണ് ദൈവത്തിന്റെ ഗാനവും പാടും, മറ്റേ കോക്കയും പാടും. അപ്പോൾ അതിൽ കോക്ക വരുന്ന ഒരു പാട്ട്, ഏതെങ്കിലും ഒരു അടിച്ചുപൊളി പാട്ട് പാടി നമുക്ക് തൽക്കാലത്തേക്ക് ഇത് ബ്രേക്ക് ചെയ്യാം. മ്യൂസിക്കിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടാമതൊന്നും ഇരിക്കേണ്ടി വരുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ല, കോക്ക അല്ലാതെ പേര് ഇപ്പൊ ഞാൻ പുതിയൊരു പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. போகிற பத தெரியல இது யார் தந்த விதியோ, தூரத்தில் வரும் வெளிச்சம் எல்லாம் யார் செல்லும் வழியோ, இங்க பறந்து கிடக்கும் பூமி எனக்கு சொந்தமையா, இங்க இருக்கும் அத்தனை சாமியும் உனக்கு சொந்தமையா, உன் கவலையெல்லாம் தூசா பறக்கட்டு ராசா, இனி நமக்குன்னு ஒரு കാലം പൊറക്കട്ടു രാസാ. ഇപ്പൊ ഏറെമാനം പാടണം. ഊരായ ഊരായ ഊരായ. ഓ അടിപൊളി. അപ്പൊ ഇനിയൊരു മലയാളം പാട്ടും കൂടെ പാടി നമുക്ക് അവസാനം. മലയാളം പാട്ടോ? എൻ്റെ അനിയത്തിൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. പിരിക ഇളക്കണ പാട്ട് പാട്, പിരിക ഇളക്കണ പാട്ട് പാടെന്ന് പറയും. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണീലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് മാലയ്ക്ക്, പെൺപൂവാണീലാഹാ മറ്റൊരു കാർവർണ്ണന് മാലയ്ക്ക്, കല്യാണി കളവാണി. അല്ല, അടുത്ത വരിയാണ്. നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ, നിന്റെ മുത്തുവിളക്കുകൾ ഊതിക്കെടുത്തണുണ്ടോ തത്തമ്മേ. ഓ, അവിടെ ഒരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇത് തുടരുന്നതേ ഉള്ളൂ, നമ്മൾ നിർത്തുന്നില്ല. അപ്പോൾ ഇതിനെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. നമ്മൾ വീണ്ടും കാണും വരെ വണക്കം. താങ്ക് യു സോ മച്ച്.